ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദാവീദ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പടത്തിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ പടത്തിൽ ആക്ച്വലി. ഇതിലത്തെ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു, പുള്ളിക്കാരൻ ബോക്സിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ സിനിമ എടുത്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് സംശയമുണ്ട്. കാരണം ആ ബോക്സിങ്ങിനെ പറ്റി കാണിക്കുന്നതൊക്കെ എനിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒരു സാറ്റിസ്ഫൈഡ് പെപ്പയുടെ ആക്ഷൻ സീക്വൻസ്, ആ ഇടിയുടെ പഞ്ച് ഓക്കെ, അത് പെപ്പയ്ക്ക് അത് ഗുമ്മായിട്ട് ചേരുന്നുണ്ട്, അത് പെപ്പയ്ക്ക് ചേരും സൂപ്പറായിട്ട്. പക്ഷെ ആ ബോക്സിങ് കാണിക്കുന്നതിലൊക്കെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. എസ്പെഷ്യലി ആ ട്രെയിൻ ചെയ്യുന്ന സെഗ്മെൻറ്റ്സ്, അതൊക്കെ ഭയങ്കര ശോകമായിരുന്നു. എനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എനിക്ക് പേഴ്സണലി. ആൻ്റണി വർഗീസ്, പെപ്പയുടെ പെർഫോമൻസ് അവിടെ ഇവിടെ കുറച്ച് കൊള്ളാം, എക്സ്പ്രഷൻസൊക്കെ. ബാക്കിയൊന്നും ഇനി അങ്ങോട്ട് ഒരു ഇഡ്വോ കട്ടങ്ങോട്ട് ഇറങ്ങി നിന്ന് പടം കാണാനുള്ളൊരു മൂഡ് എനിക്ക് പടത്തിലൊട്ടും ഫീൽ ചെയ്തില്ല. പിന്നെ ലിജോമോൾ ലൈക്ക് പെപ്പയുടെ വൈഫായിട്ട് വരുന്നു. പക്ഷെ ഇവരുടെ കൂടെ സിങ്ക് ഒരു സുഖമില്ല സത്യം പറയട്ടെ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു സിങ്ക്, ഒരു കറക്റ്റ് ജോഡിയായിട്ട് എനിക്ക് തോന്നിയില്ല. ക്യാരക്ടർ വൈസൊക്കെ, ക്യാരക്ടർ സെലക്ഷൻസൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഭയങ്കര വീക്കായിരുന്നു. പിന്നെ മെയിൻ ബോക്സർ, പുള്ളിക്കാരൻ്റെ പേര് വന്നിട്ട് എന്തോന്ന്, മോ ഇസ്മായിൽ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ. ഐ തിങ്ക് ഫ്രം ഡച്ച് എവിടെ നിന്നോ ഒരു ഫോറിൻ ആൾ കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങേർക്ക് പണി അറിയാം, അത് നമുക്കറിയാം. പടം കണ്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങേർക്ക് കിടിലമായിട്ട് ബോക്സിങ്ങിൻ്റെ പണി അറിയാമെന്നുള്ള ഒരാളാണ്. അങ്ങേർക്ക് ഇതിൽ കൊടുത്ത പട്ടി വിലയാണ്, പച്ചയ്ക്ക് പറയണ്ട പട്ടി വിലയാണ് കൊടുത്തിരിക്കുന്നത്, പട്ടി വില. ഒരു ഒരു ക്യാരക്ടർ, ഒരു പുറത്തുനിന്ന് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ അങ്ങേർക്ക് ഒരു കിടിലം ബിൽഡ് കൊടുക്കണം. ആദ്യം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഫൈറ്റ്, ബോക്സിങ് ഫൈറ്റ് സീൻസ് കാണിക്കും. അയ്യോ എന്തൊരു ശോകമെന്നറിയാമോ, എന്ത് വളിച്ച ഒരു സീനാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പച്ചയ്ക്ക് പറയാണ്, വളിച്ച ഒരു സീനായിരുന്നു ആ ഒരു ക്യാരക്ടറിന് കൊടുത്തൊരു ഇൻട്രൊഡക്ഷൻ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു ഫസ്റ്റ് സീനിൽ ആ വില്ലൻ ഒരു ബോക്സിങ് ചെയ്യുമ്പോൾ ആ ഒപ്പോണൻറ്റും അതിനൊത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഒരു ആളെ പിടിച്ചിട്ടല്ല ഒരു തെളിയിക്കേണ്ടത്. എനിക്കൊരു ക്യാരക്ടർ സെലക്ഷൻസൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഭയങ്കര ബോറായി. ഇതൊക്കെ ഡയറക്ടറിൻ്റെ മിസ്റ്റേക്കാണ്. ഡയറക്ടർ ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ കാണിച്ച് വെച്ചേക്കണത്. അത് ഭയങ്കര മോശമായി പോയി. പിന്നെ വിജയരാഘവൻ ചേട്ടനുണ്ട്, പുള്ളിക്കാരന് കൊള്ളാം അത്യാവശ്യം, അങ്ങനെ ഗംഭീരമൊന്നും പറയാനില്ല, കൊള്ളാം, കുഴപ്പമില്ല പുള്ളിക്കാരന് ഇതിൽ. പക്ഷെ പുള്ളിക്കാരൻ്റെയൊക്കെ ആ പണ്ടത്തെ ആ ഒരു ക്യാരക്ടർ എന്നല്ല, ആ ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വെച്ചാണ് ഈ ഒരു കമ്പാരിസൺ ചെയ്തിരുന്നെങ്കിൽ ചെയ്യാനാണ് ശ്രമിച്ചെങ്കിൽ അത് മൊത്തത്തോടെ പാളിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഭയങ്കര വീക്കാണ്. കുറേ അനാവശ്യ ഒരു ചളോടിയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. കോച്ചൊക്കെ ഒന്നും അങ്ങനെ പറ്റൂല, കോച്ച് ഇങ്ങനെയൊന്നും അല്ല. കോച്ചൊക്കെ ഇറങ്ങി കളിക്കണം, റിങ്ങിൽ കോച്ച് കാണിക്കണം ഇതാണ് സംഭവം. ലൈക്ക് സർപ്പട്ട പരമ്പര സിനിമ കണ്ടിട്ടില്ല, അതിലത്തെ സെയിം സാധനം. അതിൽ പശുപതി കാണിക്കണ സാധനം ഉണ്ടല്ലോ, അത് നൈസ്. ആ ഒരു ബോക്സിങ്ങിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, റിങ്ങിനകത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക. നമുക്കറിയാം, ഇയാളൊരു കോച്ചാണ്, അക്സെപ്റ്റ് ചെയ്യാം, കിടിലം. ആ ഒരു ഫീല് സർപ്പട്ട പരമ്പരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അഭിനയത്തിലും പൊളിയാണ്, അങ്ങനെ ആ ബോഡി ലാംഗ്വേജിലും മപ്പാണ്. ആ ബോക്സിനെ പറ്റി പറയും, ഇതിലൊന്നും അതിൻ്റെ ഒരു 7 അയലത്തൂടെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു കട്ട പ്രൊമോഷൻ്റെ അങ്ങ് അറ്റം വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ പാളയത്തൊക്കെ ഒരു മിനി ലോറിയിലൊക്കെ വെച്ച് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, LED TV ഒക്കെ ഇട്ട് പ്രൊമോഷൻ ചെയ്യാനുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദെൻ കമ്മിങ് ടു മ്യൂസിക്, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് വേസ്റ്റ്. എനിക്ക് മ്യൂസിക്കിൽ ഒട്ടും എനിക്ക് താല്പര്യപ്പെട്ടില്ല. എനിക്ക് ക്രിസ്റ്റഫറിൻ്റെ അതേ ഒരു ബീറ്റാണ് എനിക്ക് ഇതിൽ സെയിം കിട്ടിയത്. ക്രിസ്റ്റഫറിലെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ്, ബട്ട് അതിൽ നിന്ന് കട്ടാൻ ബേസ് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. BGM സ്കോറൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഒരു പുതിയ അറ്റംപ്റ്റ് ഒന്നും മ്യൂസിക്കിന് വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല ജസ്റ്റിൻ ഇതിനകത്ത്. എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഭയങ്കര ശോകമായിരുന്നു. പിന്നെ ബെറ്റർ ഒരു കോമഡി ആയിട്ട് അജു വർഗീസിൻ്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അജു വർഗീസ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ട് അജു വർഗീസ് പോയി, അത് സൂപ്പർ സാധനം. അജു വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി
സ്റ്റോറി ഭയങ്കര വീക്ക്. സ്റ്റോറിയാണ് ഏറ്റവും വലിയ സംഭവം. സ്റ്റോറി വെറും കൂറ സ്റ്റോറിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അലമ്പ് സ്റ്റോറി ആയിരുന്നു. എന്തുകൂടി കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു ലോജിക്ക് ഞാൻ ആലോചിക്കുന്നില്ല. അത് സിനിമ ഓക്കെ, ലോജിക്കൊക്കെ വിടും, നമുക്ക് എന്റർടൈൻമെന്റ് വേണം, സാധനം വേണം, അതാണ് എനിക്ക് ആവശ്യം. ലോജിക്കൊക്കെ ഞാൻ വിടും. പാടം ആടിപ്പൊളി ജില്ല് നിരുന്ന പടം കണ്ണ് ഓണായിട്ടിരുന്ന പടങ്ങൾ ഞാൻ ഓഫായിരുന്നു പടത്തിൽ. അങ്ങോട്ട് കൈയടിക്കാൻ പറ്റിയ ഒരു സീനും ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഐ എം വെരി വെരി ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. ആ ബോക്സിങ്ങൊക്കെ നല്ല കിണ്ണമായിട്ട് എടുക്കാമായിരുന്നു. ഒരുപാട് ഫൈറ്റ് സീനൊക്കെ സെക്കൻഡ് ഹാഫൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അനാവശ്യ ട്രെയിനിങ് സീൻസ് കാണിച്ച് അത് എന്തിനാണെന്ന് കുറേ വളിപ്പെന്ന് പറഞ്ഞാൽ വേറെ ആളെ കോച്ചിങ് ഇറക്കുന്നു. അയ്യോ ആസാനേ എന്നൊക്കെ പറഞ്ഞ് വള്ളത്തി കയറി പറഞ്ഞ് എന്തുവാണ് ഇത് കാണിച്ചു വെച്ചേക്കണത്. ഒരു ബോക്സിങ്ങിന് അതിൻ്റെ ഒരു റെസ്പെക്റ്റ്, ഒരു വില കൊടു. അതിനൊക്കെയാണ് സർപ്പട്ടപരമനെ കണ്ട് പഠിക്കുക. അത് എടുത്ത് വച്ചേക്കണ ലെവല് കാണണം. അത് ആ കുഗ്രാമത്ത് വച്ച് ആ ഒരു ബോക്സിങ് ട്രെയിൻ ചെയ്യിപ്പിച്ച് വെറും എന്ത് അതൊക്കെ കണ്ടിട്ട് തന്നെയാണോ ഗോവിന്ദ് അണ്ണ ഈ പടം പിടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടാണ്. നിങ്ങൾ ഒന്നിക്കെ സർപ്പട്ടപരമൊന്ന് കണ്ടു നോക്ക് അത് ബോക്സിങ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇത് പെപ്പയ്ക്ക് എന്തോ ബോക്സിങ്ങിന് ലൈസൻസ് കിട്ടി, പിന്നെ ഒരു മാച്ച് വെച്ചെന്നോ അതെന്തോ തോറ്റെന്നോ എന്തൊക്കെയോ കുറേ റൂമേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരാവശ്യവും എനിക്ക് തോന്നിയില്ല. പടം കൊള്ളാൻ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. എത്ര പ്രമോഷൻ ചെയ്താലും എന്തൊക്കെ വന്നാലും പടം മോശമാണെങ്കിൽ അത് മോശമായിരിക്കും. പണം കൊള്ളാമെങ്കിൽ പണം കിഡിലോട്ട് കയറിപ്പോകും. ഏതൊരു ഇൻഡസ്ട്രി ആയിരുന്നാലും പണം കൊള്ളാമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യും. അത് എസ്പെഷ്യലി അത് എടുത്ത് പറയാൻ മലയാളി നമ്മളെ പോലുള്ളവർ, അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പണം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും. അടിപൊളിയാണെങ്കിൽ അടിപൊളി തന്നെ പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യെസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. സെയിം, എനിക്ക് പേഴ്സണലി പടത്തിൽ യോജിക്കാനൊന്നും തോന്നിയില്ല. ഒരു ഡിസപ്പോയിൻറ്റഡ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബോക്സിംഗ് ഒക്കെ ആ പുള്ളിക്കാരന് ഉള്ള ഒരു വിലയും കൂടെ ഈ പടത്തിൽ കൊണ്ട് കളഞ്ഞത് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെരി ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC. എല്ലാം ആവട്ടെ. ബൈ.